ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു സ്ട്രിങ് പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രിൻറ്റ് എന്നാൽ തുടങ്ങിയാലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിങ്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് നമ്മൾ പ്രിൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ട സ്ട്രിങ് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ആ സ്ട്രിങ് പ്രിൻറ്റ് ചെയ്തും കൊണ്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് ടേക്ക് യൂസർ നെയിം ആസ് ഇൻപുട്ട് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ എ വേരിയബിൾ കോൾഡ് നെയിം. നമ്മൾ യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് അവരുടെ പേര് ഇൻപുട്ടായിട്ട് എടുക്കണം, എന്നിട്ട് അതിനെ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം നെയിം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് എടുക്കുക. അതുകൊണ്ട് നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷനാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. എൻ്റെ ബ്രാക്കറ്റിൽ യൂസേഴ്സിനോട് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുന്നൊരു ടെക്സ്റ്റ് ഫ്രണ്ടിൽ എഴുതി വരുന്നുണ്ട്. അപ്പം അത് എഴുതാണ് വാട്ട്സ് യുവർ നെയിം. വാട്ട് ഈസ് യുവർ നെയിം. ഇപ്പോൾ യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് പേര് ചോദിക്കും. ആ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ചോദിക്കുകയാണെങ്കിൽ വാട്ട്സ് യുവർ നെയിം, അവിടെ ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്. എൻ്റെ നെയിം പ്രിൻറ്റ് ചെയ്യുമ്പം കണ്ടോ എൻ്റെ പേര് വന്നു. ഇങ്ങനെയാണ് നമ്മൾ യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരു ഇൻപുട്ട് എടുത്തിട്ട് ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനാണ് ടേക്ക് യൂസർ ഇൻപുട്ട് ഫോർ ഏജ് ആൻഡ് ചെക്ക് ഇറ്റ്സ് ഡാറ്റ ടൈപ്പ് എന്ന്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ് ഏജ് എന്ന് പറഞ്ഞിട്ട് ഇൻപുട്ട് എടുക്കുകയാണ്. ഇൻപുട്ട് ഹൗ ഓൾഡ് ആർ യു. എന്നിട്ട് ഞാൻ ഏജ് പ്രിൻറ്റ് ചെയ്യാണ്. ഏജിലല്ലോ നമ്മളോട് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞത്, ഡാറ്റ ടൈപ്പ് എന്താണെന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം ഒരു വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻബിൽഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ലേ, ടൈപ്പ് ഫംഗ്ഷൻ. ടൈപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏജിൻ്റെ ഡാറ്റ ടൈപ്പ് നോക്കാം. എത്ര വയസ്സാണെന്ന് ചോദിക്കേണ്ടത്, ഞാൻ ജസ്റ്റ് 25 എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഏജ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് എടുക്കുമ്പോൾ അത് നമ്പർ ആയിക്കോട്ടെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ട്രിങ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പക്ഷേ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് റിസീവ് ചെയ്യുന്ന ഡാറ്റയുടെ ഒക്കെ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആയിരിക്കും. ഇപ്പോൾ 25 എന്നുള്ളൊരു നമ്പറാണ് ശരിക്കും, പക്ഷേ അതിന് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് അല്ല ഉള്ളത്. ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് അതൊരു സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇനി നമുക്ക് ഏജ് എന്ന വേരിയബിളിലെ 25 എന്നുള്ള ഒരു ഡാറ്റ, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇപ്പോൾ സ്ട്രിങ് ആണ്, അത് നമുക്ക് ഇൻറ്റീജറായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ ഏജ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇൻറ്റ് ഓഫ് ഏജ് എന്ന് എഴുതുകയാണ്. അതായത് ഏജ് എന്ന് പറഞ്ഞ വേരിയബിളിലെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ ടൈപ്പായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊന്ന് ഏജിൻ്റെ ഡാറ്റ ടൈപ്പ് നോക്കാം. ടൈപ്പ് ഓഫ് ഏജ്. ഇപ്പോൾ വേണ്ട, അത് ഇൻറ്റീജർ ടൈപ്പായി. ഇങ്ങനെയാണ് നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇത്രയും സ്റ്റെപ്പുകളിലായിട്ട് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഡയറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമ്മളോട് പറഞ്ഞത് ഏജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാനാണ്. എന്നിട്ട് ആളുകളുടെ അടുത്ത് നിന്ന് ഇൻപുട്ട് എടുക്കണം, അതിനെ ഇൻറ്റീജറായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. അതിന് ആദ്യം തന്നെ ഞാൻ ഇൻറ്റ് എന്ന് എഴുതുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇൻപുട്ട് ഫംഗ്ഷൻ വെച്ചിട്ട് ആളുകളുടെ അടുത്ത് നിന്ന് ഇൻപുട്ട് എടുക്കുകയാണ്. എന്നിട്ടൊന്നും കൂടി ടൈപ്പ് ഓഫ് ഏജ് നോക്കാം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഫസ്റ്റ് തന്നെ ഈ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് അവരുടെ ഏജ് എടുക്കും, പക്ഷേ അതൊരു സ്ട്രിങ് ആയിരിക്കും. അതിന് ഈ INT വെച്ചിട്ട് നമ്മളതിനെ ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അതിനെ ഏജ് എന്ന് പറഞ്ഞുള്ളൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് നമ്മളതിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് നോക്കുകയാണ്. ഇൻറ്റീജർ ഡാറ്റ ടൈപ്പാണ്. കണ്ടില്ലേ, നേരത്തെ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് വെച്ച് ചെയ്തത് ജസ്റ്റ് ഒരു ലൈനിൽ 2 ലൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനാണ് നമുക്ക് 5 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യണം. നമ്മൾ സാധാരണ ഇതിൽ എന്താ ചെയ്യുക, പ്രിൻ്റ് എന്ന് എഴുതും, എന്നിട്ട് 5 വട്ടം സ്റ്റാർ എന്നുള്ളത് ടൈപ്പ് ചെയ്തുണ്ടാക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യും. ഇങ്ങനെയല്ലേ ചെയ്യുക. ഇതല്ലാതെ വേറൊരു വഴിയുണ്ട്. അതാണ് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വട്ടം ആദ്യം സ്റ്റാർ ഇടുക, സ്ട്രിങ് ആയതുകൊണ്ട് കൊട്ടേഷൻ മാർക്കിൽ വേണം ഇടാൻ. എന്നിട്ട് ഇത് നമുക്ക് 5 തവണ റിപ്പീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു സ്റ്റാർ ഇടുകയാണ്, എന്നിട്ട് 5 എന്ന് പ്രസ് ചെയ്യാണ്. നോക്കാം നമുക്ക്. കണ്ടോ, സെയിം ഔട്ട്പുട്ട് കിട്ടി. ഇത് ഫസ്റ്റ് സ്റ്റാർ നമ്മൾ കൊട്ടേഷൻ മാർക്കിൽ ഇട്ട സ്ട്രിങ് ആണ്. പിന്നെ ഈ സ്റ്റാർ ഇട്ടത് മൾട്ടിപ്ലൈ എന്നുള്ള അർത്ഥത്തിലാണ്, അതായത് 5 വട്ടം മൾട്ടിപ്ലൈ ചെയ്യാൻ, 5 വട്ടം അത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 സ്റ്റാർ വന്നുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം. പ്രിൻറ്റ്
ഹാഷ് മൾട്ടിപ്ലൈഡ് ബൈ 5. ഇപ്പോൾ കണ്ടില്ലേ, ഹാഷ് നമ്മൾ 5 വട്ടം പ്രിൻ്റ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടൈപ്പ് കാസ്റ്റ് ദ ഫോളോയിങ് ഇൻറ്റീജർ ടു സ്ട്രിങ്. ഇപ്പോൾ വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ട്, അതിൽ 45 എന്നുള്ളൊരു ഇൻറ്റീജർ വാല്യൂ ആണുള്ളത്. ഇനി ഇതിനെ നമുക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്തൊരു സ്ട്രിങ് ആക്കണം. നേരത്തെ നമ്മൾ ഒരു സ്ട്രിങ്ങിനെ ഇൻറ്റീജർ ആക്കാൻ INT എന്നുള്ള കീവേഡാണ് യൂസ് ചെയ്തത്. എന്നാൽ ഒരു ഇൻറ്റീജറിനെ സ്ട്രിങ് ആക്കാൻ നമ്മൾ STR എന്ന് യൂസ് ചെയ്താൽ മതി. നമ്മൾ പറയുകയാണ് വാല്യൂ ഈക്വൽ ടു STR ഓഫ് വാല്യൂ. അതായത് ഇവിടെ 45 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിളിനെ സ്ട്രിങ് ആക്കി മാറ്റാണ്. എന്നിട്ട് അതിനെ വാല്യൂ 2 എന്ന് കൊടുക്കലോ, ആണെങ്കിൽ വാല്യൂ 2 എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിലോട്ട് ഞാൻ സ്റ്റോർ ചെയ്യാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ ടൈപ്പ് നോക്കാം. ടൈപ്പ് ഓഫ് വാല്യൂ 2 സ്ട്രിങ് കിട്ടുന്നുണ്ടോ നോക്കാം. ഉണ്ടോ, സ്ട്രിങ് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എ പ്രോഗ്രാം ദാറ്റ് ടേക്സ് ഇയർ ഓഫ് ബർത്ത് ഓഫ് യൂസേഴ്സ് ആസ് ഇൻപുട്ട് ആൻഡ് പ്രിൻറ്റ്സ് ദ ഏജ് ഓഫ് യൂസർ. അതായത് യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് അവർ ജനിച്ച വർഷം ഇൻപുട്ടായിട്ട് എടുത്തും കൊണ്ട് അവർക്ക് എത്ര വയസ്സായെന്ന് ഔട്ട്പുട്ട് തരുന്ന ഒരു പ്രോഗ്രാം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ ജനിച്ച വർഷം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അയാൾക്ക് എത്ര വയസ്സായെന്ന് കണക്കാക്കാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പോഴത്തെ 2023 ആണല്ലോ ഇപ്പം. അപ്പോൾ 2023 അത് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്, YB എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് യൂസേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഏത് വർഷമാണ് നിങ്ങൾ ജനിച്ചതെന്ന്. മീൻസ് യു ബോൺ. ഓക്കെ. പക്ഷേ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പം ഇതൊരു സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അങ്ങനെ ഒരു സ്ട്രിങ് വാല്യൂ നമുക്ക് 2023 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ഇൻറ്റീജറായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ അവിടെ ഫ്രണ്ടിൽ INT എന്ന് ഇട്ടിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് ഞാനൊരു പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്, ഏജ് എന്ന് പറഞ്ഞിട്ട്. ഏജ് അപ്പോൾ എന്തായിരിക്കും? 2023 അയാൾ ജനിച്ച വർഷം കുറച്ചാൽ മതിയല്ലോ. അപ്പോൾ YB കുറച്ചാൽ മതി, അതായിരിക്കും അയാളുടെ ഏജ്. ഇനി എനിക്ക് പ്രിൻ്റ് ചെയ്യണം അയാൾക്ക് എത്ര ഏജായെന്ന്, അയാൾക്ക് എത്ര വയസ്സായെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊട്ടേഷൻ മാർക്കിൽ എഴുതുകയാണ് UR. എന്നിട്ട് എനിക്ക് ഈ ഏജ് എന്നുള്ള വേരിയബിൾ ഇവിടെ ആഡ് ചെയ്യണം. അതിന് പകരം ഞാൻ ഇപ്പോൾ തൽക്കാലം കേളി ബ്രാക്കറ്റ്സ് ആഡ് ചെയ്യാണ്. ഇത് പറയാണ് UR ദിസ് മെനി ഇയേഴ്സ് ഓൾഡ്. എന്നിട്ട് ഇവിടെ ഡോട്ട് ഫോർമാറ്റ് ഏജ്. ഇതെന്തിനാ? ഈ കേളി ബ്രാക്കറ്റ്സിലോട്ട് ഇവിടുത്തെ ഏജ് വേരിയബിൾ ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. ഇൻപുട്ട് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ യൂസേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ ഏത് വർഷമാണ് ജനിച്ചതെന്ന്. എന്നിട്ട് അതിനെ ഇൻറ്റീജറായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ YB എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് അയാൾ ജനിച്ച വർഷം ഈ 2023 ഇപ്പോഴത്തെ വർഷത്തിൽ നിന്ന് കിഴിക്കുന്നു. എന്നിട്ട് അതിനെ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അയാൾക്ക് എത്ര വയസ്സായി എന്നുള്ള ഈ വേരിയബിളുണ്ട്. എന്നിട്ട് അത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊട്ടേഷൻ മാർക്കിൽ എഴുതി UR. എന്നിട്ട് ഏജ് എന്ന് കൊടുക്കുന്നതിന് വരെ ഞാൻ കേളി ബ്രാക്കറ്റ്സ് ഇട്ടിട്ട് ഇയേഴ്സ് ഓൾഡ് എന്ന് എഴുതിയിട്ട് സ്ട്രിങ് ക്ലോസ് ചെയ്തിട്ട് ഫോർമാറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഏജ് എന്നുള്ള വേരിയബിൾ ആഡ് ചെയ്തു. ഇനി ഇത് നമുക്കൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ചോദിക്കുകയാണ് നമ്മൾ ഏത് വർഷമാണ് ജനിച്ചതെന്ന്. ഞാനിവിടെ തൽക്കാലം 1998 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഔട്ട്പുട്ടായിട്ട് വരികയാണ് UR 25 ഇയേഴ്സ് ഓൾഡ്. എങ്ങനെയാണ് നമ്മൾ യൂസേഴ്സിൻ്റെ ജനിച്ച വർഷം വെച്ചിട്ട് അവരുടെ ഏജ് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രിൻറ്റ് ദ റിമൈൻഡർ ഓഫ് എ നമ്പർ 100 വെൻ ഡിവൈഡഡ് ബൈ 19. 100നെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണെന്ന് പ്രിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ 100നെ 19 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും റിമൈൻഡർ? 20 5 വട്ടമാണ് 100. അപ്പം 19 5 പറയുമ്പം 95. അപ്പോൾ 5 ആയിരിക്കും റിമൈൻഡർ. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മോഡുലസ് ഓപ്പറേറ്റർ ഉണ്ട്. ഇത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുക? പ്രിൻറ്റ് 100 മോഡുലസ് ഓപ്പറേറ്റർ 19. കണ്ടോ, റിമൈൻഡർ എനിക്ക് 5 ആയിട്ട് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. ആഡ് യുവർ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ആൻഡ് ഏജ് യൂസിങ് മൾട്ടി ലൈൻ കമൻറ്റ്സ്. പൈത്തണിൽ മൾട്ടി ലൈൻ കമൻറ്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ 3 കൊട്ടേഷൻ മാർക്ക് അടുപ്പിച്ചിട്ടാൽ മതി അല്ലേ. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും അത് കമൻ്റായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. കോഡിങ് സെല്ലിൽ കോഡായിട്ട് കൺസിഡർ ചെയ്യില്ല. ഞാനിവിടെ ജസ്റ്റ് എൻ്റെ പേര് എഴുതാം, അക്ഷയ് വട്ടയിൽ 25. അങ്ങനെ ഞാൻ കുറേ ലൈൻ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ കമൻ്റായിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. ഇതിൻ്റെ താഴെ ഞാൻ വേണമെങ്കിൽ ഒരു പ്രോപ്പർ കോഡ് എഴുതാം, പ്രിൻറ്റ് വേറെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. കണ്ടോ, ഈ ഒരു ലൈൻ ഓഫ് കോഡ് മാത്രമാണ് എക്സിക്യൂട്ട് ആയത്. ബാക്കിയുള്ളതൊക്കെ കമൻ്റായിട്ടാണ് പൈത്തൺ കൺസിഡർ ചെയ്തത്. ഇങ്ങനെയാണ് നമ്മൾ മൾട്ടി ലൈൻ കമൻറ്റ്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ.
ഐഡൻറ്റിഫൈ ദ എറർ ആൻഡ് ഫിക്സ് ഇറ്റ്. അപ്പോൾ എറർ വായിച്ച് നോക്കാം. ഇൻവാലിഡ് സിൻടാക്സ് എന്നാണ് പറയുന്നത്. ഇവിടെയാണ് എറർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം, ഇവിടെ എന്താ പറ്റിയത്? സ്ട്രിങ്ങിന് രണ്ടറ്റത്തും സിംഗിൾ കൊട്ടേഷനാണ് ആഡ് ചെയ്തത്. പക്ഷേ ഈ സ്ട്രിങ് തന്നെ ഉള്ളിൽ വേറെ കൊട്ടേഷൻ മാർക്ക്, ഒരു അപ്പസ്ട്രോഫി വരുന്നുണ്ട്. അതാണ് പ്രശ്നം പറ്റിയത്. അപ്പം പൈത്തണിനോട് നമുക്ക് പറയണം ഇവിടെ വെച്ച് സ്ട്രിങ് അവസാനിക്കുന്നില്ല, സ്ട്രിങ് ഇവിടെയാണ് അവസാനിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ രണ്ട് സൈഡിലും ഡബിൾ കോട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ഇവിടെ ഒരു എസ്കേപ്പ് ക്യാരക്ടർ നമ്മുടെ \/ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിൻറ്റ് ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിങ് അക്ഷയ് പട്ടേൽ. അക്ഷയ് പട്ടേൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് നമുക്കൊന്ന് എണ്ണി നോക്കാം ആദ്യം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ആണ്. ബേസും ഒരു ക്യാരക്ടറാണ് പൈത്തണിൽ. അപ്പോൾ ഇവിടെ നമുക്ക് എണ്ണി നോക്കിയപ്പോൾ 15 കിട്ടിയത്. അപ്പോൾ അത് ശരിയാണോ നോക്കാം. അതിനുവേണ്ടി ഒരു ഫംഗ്ഷൻ ഉണ്ട്, ലെങ്ത്ത് നോക്കാൻ വേണ്ടിയിട്ട് len എന്ന് പറഞ്ഞിട്ട്, len ഓഫ് സ്ട്രിങ് 15. ഇങ്ങനെയാണ് നമ്മളൊരു സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കാം. അടുത്തത്, എക്സ്ട്രാക്ട് sh ഫ്രം ദ സ്ട്രിങ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ s1. സ്ലൈസിങ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു sh എന്നുള്ള 2 ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് അതിനെ s1 എന്ന് പറഞ്ഞൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. s1 = സ്ട്രിങ്ങിൽ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എത്ര എസിൻ്റെ 0 1 2. അടുത്തത് h-ൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 3 ആണ്. പക്ഷേ നമുക്ക് ഒന്ന് കൂട്ടി എഴുതിയാലേ h കൂടി ഇൻക്ലൂഡഡ് ആവുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ 4 എന്ന് എഴുതുന്നു. നമുക്ക് s1 ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, sh വന്നു. ഇത് സ്ലൈസിങ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്റ്റെയിൻ 6th ക്യാരക്ടർ ഫ്രം സ്ട്രിങ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ s2. s2ലോട്ട് 6th ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യാനാണ് പറയുന്നത്. സ്ട്രിങ്ങിൻ്റെ 6th ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻഡെക്സ് നമ്പർ എത്ര ആയിരിക്കും? 5 ആയിരിക്കും അല്ലേ? കാരണം സ്ട്രിങ്ങിൽ പൈത്തണിൽ ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. ഈ സ്ട്രിങ്ങിൽ 0 1 2 3 4 5 5th ഇൻഡെക്സ് പൊസിഷനിൽ അല്ലെങ്കിൽ 6th ക്യാരക്ടർ എന്ന് പറയുന്നത് y ആണ്. കിട്ടുന്നുണ്ടോ നോക്കാം. y. അപ്പോൾ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡെക്സിങ് യൂസ് ചെയ്തു. 2 അതിലധികമോ ക്യാരക്ടേഴ്സിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ലൈസിങ് യൂസ് ചെയ്യും. ഇൻഡിവിജ്വൽ എലമെൻറ്റ്സിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി പറയുകയാണ് കോൺകാറ്റിനേറ്റ് s1 ആൻഡ് s2. s1നെയും s2നെയും കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോൺകാറ്റിനേറ്റ് ചെയ്യാൻ എന്താ പണിയൊന്നുമില്ല, ജസ്റ്റ് ഒരു പ്ലസ് സിമ്പിൾ ആഡ് ചെയ്താൽ മതി. ഉണ്ടോ, sh-ഉം y-യും ചേർന്നിട്ട് ഷൈ ആയിട്ട് മാറി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റിമൂവ് ദ എക്സ്ട്രാ സ്പേസസ് ഫ്രം ബോത്ത് സൈഡ്സ് ഓഫ് ദ ബിലോ സ്ട്രിങ്. ഈ സ്ട്രിങ്ങിൻ്റെ 2 സൈഡിലുള്ള ഈ എക്സ്ട്രാ സ്പേസസ് നമുക്ക് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രിങ് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്, st.strip. അതായത് 2 സൈഡിൽ നിന്നും സ്പേസസ് നമുക്ക് സ്ട്രിപ്പ് ചെയ്ത് ഒഴിവാക്കാം. കണ്ടോ, 2 സൈഡിലും സ്പേസസ് പോയി. ഇപ്പോൾ നമ്മൾ ഡാറ്റ ടൈപ്സ്, അരിത്മെറ്റിക് ഓപ്പറേഷൻസ്, സ്ട്രിങ്സ് എന്നീ ഏരിയയിലുള്ള പൈത്തണിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓൾ ദ ബെസ്റ്റ്. പൊളിക്കണം.